എന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ബേസിക്കലി ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ് ടെക്നീഷ്യൻസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, പാരാമെഡിക്കൽ കോഴ്സൊക്കെ പഠിക്കുന്ന അനസ്തീഷ്യ ടെക്നീഷ്യൻസ്, അവർക്കൊരു ജനറൽ ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഈ വീഡിയോ. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ ബേസിസിലായിരിക്കും അടുത്ത വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് കൂടുതലായിട്ടും ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് യൂസ് ചെയ്യുന്ന ICUലാണ്. അത് ചിലപ്പം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അതായത് പലതരം സർജിക്കൽ ICU, മെഡിക്കൽ ICU, പലതരം ICU ഉണ്ട്, ന്യൂറോ ICU. ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ABG ചെയ്യുന്നത്. ഈ ABG തുടർച്ചയായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ കോസ്റ്റിലൊക്കെ വലിയ മാറ്റം വരുന്നത്. അല്ലാതെ ICUവിൽ കയറ്റുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. പേഷ്യൻ്റെ പല കാര്യങ്ങളും നമുക്ക് ചെറിയ ഒരു വൺ ഓഫ് ദ ചെറിയ ടെസ്റ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ബ്ലഡിൻ്റെ pH. അപ്പോൾ എന്ത് ബ്ലഡാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്ത് അശുദ്ധ രക്തമുണ്ട്, ശുദ്ധ രക്തമുണ്ട്. ശുദ്ധ രക്തത്തെ നമ്മൾ ആർട്ടറി എന്ന് പറയും. അശുദ്ധ രക്തത്തെ നമ്മൾ പോകുന്ന ചാനലിനെ നമ്മൾ വെയിൻ എന്ന് പറയും. അപ്പോൾ ശുദ്ധ രക്തം നമ്മൾ പൾസ് ഫീൽ ചെയ്യത്തില്ലേ? അപ്പം ആ ശുദ്ധരക്തം വരുന്നത് ആർട്ടറി എന്ന് പറയുന്നത് സ്ഥലം എന്ന് പറയുന്നത്, ആ പൾസ് എവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? കരോട്ടിഡ് ആർട്ടറി, ബ്രേക്കിയൽ ആർട്ടറി, ഫിമറൽ ആർട്ടറി, റേഡിയൽ ആർട്ടറി. അങ്ങനെ നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെയാണ് ആർട്ടറിയുടെ സപ്ലൈ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആർട്ടറിയിൽ നിന്ന് എടുക്കുന്ന ബ്ലഡിൻ്റെ ഗ്യാസിൻ്റെ ഒരു അനാലിസിസ് സ്റ്റഡിയാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് ഈ ബ്ലഡ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു മെഷീനിൽ ഘടിപ്പിച്ച് ഉടനെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അനാലിസിസ് കിട്ടും. എന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ആണോ, ലിവർ ഫെയിലിയർ ആണോ, ഹാർട്ട് ഫെയിലിയർ ആണോ, ഇൻഫെക്ഷൻ ഉണ്ടോ, എന്താണ്, ഷുഗർ കൂടുതലാണോ, എല്ലാം അറിയാൻ പറ്റും. അതാണ് ഇതിനകത്ത് വളരെ പെട്ടെന്നൊരു പിക്ചർ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആർട്ടറി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ഒരു അലൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ പൾസ് ബേസിക്കലി രണ്ട് ആർട്ടറിയും പൾസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ ആർട്ടറി പങ്ക്ചർ ചെയ്തതിന് ശേഷം ആർട്ടറി യൂഷ്വലി അത് വളരെ ചുരുങ്ങും. നമ്മൾ പങ്ക്ചർ ചെയ്യുമ്പോഴത്തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യും, അടുത്ത പ്രിക്ക് വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് ബൈലാറ്ററലായിട്ട് അതേസമയം തന്നെ അടുത്ത ആർട്ടറി സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈ കട്ടായി പോകും. കാരണം ഇത് ഹാർട്ടിൽ നിന്ന് നമ്മൾ ശുദ്ധരക്തം ടിഷ്യൂസിലേക്ക് സപ്ലൈ ചെയ്യുന്ന ബ്ലഡിൽ, രക്തധമനിയിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ABG ചെയ്യേണ്ടത്. അതൊന്ന്. അപ്പോൾ അലൻ ടെസ്റ്റ് നിങ്ങൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ നോർമൽ വാല്യൂസൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒന്ന് pH എന്ന് പറഞ്ഞാൽ ആസിഡിനെ നമ്മൾ എന്താ പറയുന്നത്, pH എന്ന് പറഞ്ഞാൽ 7.35 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് ആണെന്ന് പറയും. ആൽക്കലീന് നമുക്ക് എന്താ പറയുക, 7.4-ന് 1.45-ന് മേലെയാണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ എന്ന് പറയും. അപ്പം അസിഡിറ്റിയും ആൽക്കലിനിറ്റിയാണ് ഈ pH എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 7.35 to 7.45 ആണ്. പിന്നെ വരുന്നത് PCO2 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ. അതായത് നമ്മൾ ശ്വാസം വെളിയിലോട്ട് വിടുന്നു. ഇപ്പം ശ്വാസം വെളിയിലോട്ട് വിടുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലോ കുറവോ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ആണ് 35 to 45 ആണ് അതിൻ്റെ വാല്യൂ. ഞാൻ ഇതിൻ്റെ യൂണിറ്റ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. യൂണിറ്റ് നിങ്ങൾക്ക് നോക്കാം, നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് PO2, അതായത് എത്രത്തോളം ബ്ലഡിൻ്റെ പ്ലാസ്മയിൽ നമ്മൾ ഓക്സിജൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധാരണ. അതായത് 75 to 100 ആണ് നോർമൽ റേഞ്ച്. പിന്നെ വരുന്നത് ലാക്ടേറ്റ്, അത് 1-ന് താഴെയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റ് നോർമലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ വരുന്നത് ബൈകാർബണേറ്റ്. ഞാൻ ആദ്യം ഒരു കണ്ടീഷൻ പറയാം, റെസ്പിറേറ്ററി അസിഡോസിസ്. അതായത് കോശം കൊണ്ടുണ്ടാകുന്ന അസിഡോസിസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറിങ്ങും ആകും, സാധാരണക്കാർക്ക് മനസ്സിലാകാതെ ഇരിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റും പോകും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ അടുത്ത ടോപ്പിക്ക് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, റെസ്പിറേറ്ററി അസിഡോസിസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം അസിഡോസിസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്കറിയാം, pH കുറവാണ്, അത് ആസിഡ് ആയിരിക്കണം. അപ്പം pH 7.35-ക്ക് താഴെ ആയിരിക്കും. പിന്നെ PCO2-ൻ്റെ ലെവൽ എന്ന് പറയുന്നത് 45-ന് 48 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. 35 to 45 ആണ് നോർമൽ റേഞ്ച്. അപ്പോൾ 45-ന് മേലെ, അതായത് 48 to 55 ആ റേഞ്ചിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കൂടുതലായിരിക്കും. പിന്നെ PO2 75 അല്ലെങ്കിൽ നോർമൽ റേഞ്ചിലോ ഇരിക്കാം. 75 അല്ലെങ്കിൽ 75-ന് താഴെയോ PO2 കാണും. സാച്ചുറേഷൻ ഒരു 90-92-ന് മേലെ ആയിരിക്കും.
ഞാൻ സിവിയർ കേസസ് അല്ല പറഞ്ഞത്, ഒരു മോഡറേറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം തിരിച്ച് നമുക്ക് വിടാൻ സാധിക്കുന്നില്ല. ശ്വാസം നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, പക്ഷേ കാർബൺ ഡയോക്സൈഡിനെ വെളിയിൽ പുറത്തു പോകുന്നില്ല. അപ്പം പുറത്തു പോകാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, അവിടെ എന്തോ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അതായത് ഒന്നിൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷേ ശ്വാസം പ്രോപ്പറായിട്ട് ആ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം എന്തൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുക? ഒന്ന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, COPD എന്ന് പറയും. COPD, ARDS എന്തുവാ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. എന്താണ് സംഭവിക്കുന്നത്? ഈ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. എന്താ പറയുക, നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ, ഇപ്പോൾ നല്ല ഫെയർ സ്കിന്നാണെന്നുണ്ടെങ്കിൽ സ്കിന്നിലും നമ്മുടെ മ്യൂക്കോസയിലൊക്കെ കളർ ഡിസ്കളറേഷൻ വരും, ഒരു ബ്ലൂ കളർ ചേഞ്ച് വരും. അപ്പോൾ മെയിൻ കോസ് ഓഫ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, എന്തൊക്കെയാണ് മെയിൻ കോസ് എന്ന റെസ്പിറേറ്ററി ഒന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഡിപ്രഷൻ സംഭവിക്കുന്നത് പറഞ്ഞാൽ അനസീഷ്യയുടെ സമയത്ത്, അല്ലെങ്കിൽ അനസീഷ്യ ഓവർഡോസ്, എന്തെങ്കിലും മെഡിസിൻ, അനസീഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻ്റെ ഓവർഡോസ് കാരണം നമ്മുടെ ശ്വാസം വളരെ നിലച്ചു പോകുക, അല്ലെങ്കിൽ ശ്വാസത്തിൻ്റെ റേറ്റ് വളരെ കുറഞ്ഞു പോയാൽ അകത്തുള്ള കാർബൺ ഡയോക്സൈഡ് വെളിയിൽ പോകത്തില്ല. പിന്നുള്ളത് ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസീസസ് കാരണം, ലങ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണം ശ്വാസം എടുക്കുന്നുണ്ട്, പക്ഷേ ശ്വാസത്തിന് നമുക്ക് വെളിവിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഈ കാർബൺ ഡയോക്സൈഡ് അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് ഡിസോറിയൻറ്റഡ് ആവും, ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടും, ഭയങ്കര തളർച്ച വരും. ചില സമയത്ത് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാർബൺ ഡയോക്സൈഡ് നാർക്കോസിസ് എന്ന് പറയും, ഒരു ബോധം പോകുന്ന പോലൊരു ഫീലിംഗ് വരും, ഒരു ഡ്രൗസിനെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലതാർജി, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈൻസും സിംറ്റംസും ഒക്കെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, pH കുറവായിരിക്കും, PCO2 കൂടുതലായിരിക്കും, PO2 നോർമൽ റേഞ്ചിലായിരിക്കാം, നോർമൽ റേഞ്ചോ അതിന് താഴെയോ ആയിരിക്കും. ഓക്കെ, ലാക്ടേറ്റ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമുക്ക് ഓക്സിജനേഷൻ കുറയുന്നുണ്ടെങ്കിൽ, ഇപ്പം CO2 അവിടെ കിടപ്പുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഓക്സിജൻ എടുക്കുന്നതും കുറയുകയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റ് കൂടാം. അത് പിന്നെ അടുത്ത കണ്ടീഷനിലേക്ക് പോകും. വളരെ സിമ്പിളായിട്ട് റെസ്പിറേറ്ററി അസിഡോസിസ് എങ്ങനെയാണ് ABGയിൽ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ പോയി എന്തൊക്കെ റീസൺസ് ആണ് ABGയിൽ റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ കോസസ് എന്ന് നമ്മൾ വായിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ആസ്മാറ്റിക് പേഷ്യൻസിനും ഇത് സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ABG എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റെ ശ്വാസം ഈ കാർബൺ ഡയോക്സൈഡ് അകത്തി കിടക്കുകയാണ്. അപ്പം നമ്മൾ അത് പുറത്തോട്ട് വിടാൻ വേണ്ടി നമ്മൾ NIV, നോൺ ഇൻവേസീവ്, ഒരു മാസ്ക് പോലെ വെച്ചിട്ട് നമ്മൾ വെന്റിലേറ്ററിൽ ഘടിപ്പിക്കും, അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് വെന്റിലേറ്ററിൽ ഘടിപ്പിച്ച് നമ്മൾ വെന്റിലേറ്റ് ചെയ്യും. പ്രോപ്പർ വെന്റിലേഷൻ, അതായത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ വെളിയിൽ തള്ളും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂറോ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ റേസ്ഡ്, നമ്മുടെ ബ്രെയിനിലെ ഇൻട്രാക്രൈനൽ റേസ്ഡ് ICP എന്ന് പറയും. നമ്മുടെ ബ്രെയിനിലെ പ്രഷർ കൂടുതലാണെങ്കിലും നമ്മുടെ റെസ്പിറേഷനെ അഫക്റ്റ് ചെയ്യും. ഡിപ്രഷനൊക്കെ സംഭവിച്ചിട്ടും ഇതേപോലെ റെസ്പിറേറ്ററി അസിഡോസിസ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ നമ്മൾ ഒരു വെന്റിലേറ്ററിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. അപ്പം വെന്റിലേറ്റർ വേണോ വേണ്ടയോ എന്നാണ് നമുക്ക് ABGയിൽ അറിയാൻ പറ്റും. അതൊന്ന്. പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമുക്ക് തുടരണം എന്നുള്ളത് ABGയിൽ അറിയാൻ പറ്റും. പിന്നെ ABG പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എന്തിനാ? നമ്മൾ കൊടുത്ത വെന്റിലേറ്ററിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഇനി വെന്റിലേറ്റർ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളതും നമുക്ക് ABGയിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് എപ്പം പേഷ്യൻറ്റിനെ വെളിയിൽ എടുക്കണം എന്നുള്ളതും, വെന്റിലേറ്റർ എപ്പോഴും ഡിസ്കണക്ട് ചെയ്യുന്നുള്ളതും നമുക്ക് ABGയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ABG ടെസ്റ്റ് ചെയ്യും, അല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ABG എടുക്കുന്നത്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത ഇപ്പം റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ട്, മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ട്, മെറ്റാബോളിക് ആൽക്കലോസിസ് ഉണ്ട്. അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യാം. താങ്ക് യു.